എൻ്റെ ചരിത്രത്തിൽ ഓരോരോ ദുരനുഭവം ഞാൻ പറയാം. അങ്ങനെ ഇത് പൊളിച്ചെഴുതി തീർച്ചയായും നമ്മൾ ഒരു നല്ല ലൈനിലേക്ക് മുസ്ലിം സമുദായത്തെ സമസ്ത കേരള ജമീയത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കാന്തപുരത്തെ വേർതിരിച്ച് ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോയി ലീഗിനെ വെറുതെ എതിർക്കാത്തൊരു പാർട്ടിയായി നല്ല സഹകരണത്തിൽ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അതിന് ഒരുപാട് ത്യാഗം സമസ്ത അതിന്റെ ഘടകവും സഹിച്ചിട്ടുണ്ട്. ഒരുപാട് അടി പിടി പള്ളി പൂട്ടൽ മദ്രസ പൂട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും അവസാന ഘട്ടത്തിൽ ചരിത്രമറിയാത്ത മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ ഈ സമസ്ത കഠിനമായി എതിർക്കുന്ന കാന്തപുരവുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും നീക്കുപോക്ക് ഉണ്ടാക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും സമസ്തയെ അവഗണിക്കാനും തുടങ്ങുന്ന പശ്ചാത്തലങ്ങൾ വന്നു. അത്തരം ഘട്ടങ്ങളിൽ അത് സംഘടന ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു. ഇതാണ് എനിക്കെതിരുടെ ഒരു ചാർജ് ഷീറ്റായി പറയാനുണ്ടാകാം. അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്താണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാന്തപുരത്തെ സൈഡാക്കാൻ നോക്കിയ ഒരു കാര്യമാണ് കാന്തപുരത്തിന്റെ വ്യാജമുടി. എല്ലാവർക്കും അവർക്കും നമുക്കൊരേ വ്യാജാണ്. ആ മുടിപ്പള്ളിയും അതിന്റെ ചുറ്റുള്ള കോംപ്ലക്സിന് നമ്മുടെ UDF മന്ത്രിസഭയിലെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരുമിച്ച് അത് ശിലാസ്ഥാപനം നടത്താൻ പോയി എന്ന് മാത്രമല്ല, നമ്മുടെ മന്ത്രി 20 കോടിന്റെ റോഡ് അതിലേക്ക് അനുവദിച്ച് പ്രഖ്യാപിച്ചു. ഇതിനെ നമുക്ക് വൈകാരികത അനുഭവപ്പെടില്ല. നമ്മളൊരു ഭാഗത്ത് തച്ചുകെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുശക്തികളെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ടീം പോയിട്ട് നമ്മുടെ പ്രിയങ്കനായ കുഞ്ഞാൽ സാഹിബിനോട് പറഞ്ഞു, സാഹിബ് ദയവ് ചെയ്ത് നമ്മൾ മൊത്തം ഇതിന് ഇത്ര ശക്തമായ എതിരാണ്, വികാരം എതിരാ, അവരെ പരിപാടിക്ക് ആ ശിലാസ്ഥാപനം നിങ്ങൾ പോകരുത്. അത് ഈ മുഖ്യമന്ത്രിയെ സംഘടിപ്പിച്ച് കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് പ്രയാസമുണ്ട്. പങ്കെടുത്തു. എന്നിട്ട് ഈ എതിർപ്പൊന്നും എന്റെ സ്വന്തം എതിർപ്പല്ല. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് SOA സംസ്ഥാന സെക്രട്ടറി ചേർന്നത്. അതിൽ എല്ലാവരും ഈ വിഷയം ഗൗരവമായി ഉണർത്തി. അവസാനം അവിടെ വെച്ച് പ്രമേയം അംഗീകരിച്ചു. പ്രമേയം അംഗീകരിച്ചപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കാരണം ആ പോയത് ശരിയായില്ല, അതിനെ അപലപിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ എഴുതി, ഇങ്ങനെ തങ്ങളെ മുന്നിൽ നിന്ന് എഴുതുകയാണ്. പിന്നെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവർക്ക് 20 കോടി രൂപയുടെ പാലം അനുവദിച്ചതും റോഡ് അനുവദിച്ചതും അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കെഴുതുമ്പോൾ വന്യരായ തങ്ങളാ പറഞ്ഞത് ആ മന്ത്രിയുടെ പേരുടെ എഴുതി കഴിയും. തങ്ങൾ വികാരാധീനനാണ്. ഈ നിലയിൽ ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. കാന്തപുരത്തിന് എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത് സമസ്തനെ പിളർത്തിയത്, അങ്ങനെ പറയാം. അങ്ങനത്തെ സമസ്തയോട് നേരെ അതിന്റെ പ്രതിയോഗികളുമായി രാജിയാവുകയും പലയിടങ്ങളിലും സമസ്തക്ക് ഇതുകൊണ്ട്, കാരണം അവർ സമസ്തന്റെ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സമസ്തക്കാൾ ക്ഷീണം സംഭവിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ സാമ്പിൾ പറഞ്ഞതാണ്. അത്തരം ഘട്ടങ്ങളിൽ കാന്തപുരത്തോടുള്ള ഈ അടുപ്പത്തെ എതിർത്തിട്ടുണ്ട്. അതിന് ഞാൻ മുൻനിരയിൽ നിന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇനം, അള്ളാഹുവിന്റെ ദീൻ വിശുദ്ധമായ ശരീഅത്തിനെ മുസ്ലിം ലീഗ് സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോയ സംഘടനയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അന്ന് ഞാൻ ഓർക്കുകയാണ്, 1955 ഇബ്രാഹിം സുലൈമാൻ സയ്യിദ് സാഹിബും പ്രിയങ്കരനായ ഗുലാം അഹമ്മദ് ബനാത്ത് വാല രണ്ടുപേർക്ക് അള്ളാഹ് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അവരെ പോരാട്ടാണ് ഇന്ത്യയിൽ ശരീഅത്തിനെ സംരക്ഷിച്ചത്. ചെറിയൊരു ഇഷ്യൂ, മുത്തലാഖൊന്നുമല്ല, ചെറിയൊരു ഇഷ്യൂ ആണ്. വിവാഹമോചിതയായ സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ ചെലവിന് കൊടുക്കണം, കോടതി പറ്റി. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തു. ആ സമര വിജയിക്ക് നിർണായകമായ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി അതിനൊപ്പം നിന്നു. പക്ഷെ ഇപ്പൊ മുസ്ലിം ലീഗിലെ ചില യുവ നേതാക്കൾ ശരീഅത്ത് വിഷയങ്ങൾ, നമ്മളൊരു ഭാഗത്ത് ശരീഅത്ത് സംരക്ഷിക്കാൻ പോരാട്ടം നടത്തുമ്പോൾ അത്തരം ശരീഅത്ത് നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അശാസ്ത്രീയമാണ്, അത് ഭേദഗതി ചെയ്യണമെന്ന് ശരിക്കു പറഞ്ഞാൽ CPM-ലെ ആളുകളെ പോലെ, അതുപോലെ ഇസ്ലാമിക വിരുദ്ധ ആളുകളെ പോലെ പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം, പർദ്ദയെ എതിർക്കുന്ന സ്വഭാവം, മുത്തലാഖിനെ എതിർക്കുന്ന സ്വഭാവം, അത് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞ ആരെയും പ്രയാസപ്പെടുത്തില്ല, പറഞ്ഞ ആളുകൾക്ക് പ്രയാസം, നിലവിളക്കിനെ അനുവദിക്കുന്ന അവസ്ഥാവിശേഷം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരീഅത്തിനെതിരായ കാര്യങ്ങൾ മുസ്ലിം ലീഗിലുള്ള ആളുകളാണെങ്കിലും എതിർക്കുന്ന ഘട്ടത്തിൽ ശരീഅത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. മൂന്നാമത്തെ ഒരു വിഷയം, മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അതിൽ സുന്നി മുജാഹിദുകളുടെ ഒരു മിതാവസ്ഥ പാലിക്കുന്നത് സാമാന്യമായ രീതിയാണ്. കാരണം ഇപ്പോൾ കുഞ്ഞാൽ സാഹിബ് സുന്നിയാണ്. പക്ഷെ കുഞ്ഞാൽ സാഹിബ് ഒരിക്കലും മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിൽ
അദ്ദേഹം ഒരിക്കലും മുജാഹിദിന്റെ ആശയെ പച്ചയായി എതിർത്തുകൊണ്ട് മുജാഹിദിനെ വഴിതെറ്റിയവരും വിദാത്തുകാരുമായി നരകക്കാരുമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാറുള്ള എഴുതാറില്ല. കാരണം അതാണല്ലോ ഒരു മുസ്ലിം ലീഗിന് ഒരു നല്ല നിലപാട്. ഇവരൊക്കെ കൂട്ടിയണി കൊണ്ടുപോകട്ടെ. പൂർവ്വകാല മുസ്ലിങ്ങൾ ലീഗിന്റെ നേതാക്കളും അങ്ങനെ തന്നെ. ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിന്